ഹാഗാറും സാറയും രണ്ട് നിയമങ്ങളെ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്, അല്ലേ? ഹാഗാർ ഏത് നിയമത്തെ കാണിക്കുന്നു? കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ വാക്കുകളിലേക്ക് പോവാം. അത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, അത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകളാണ്. അത് സീനായി മലയിൽ നിന്ന് പുറപ്പെട്ടു വന്നതിനെ കാണിക്കുന്നു. സീനായി മലയിൽ നിന്ന് പുറപ്പെട്ടു വന്നത് എന്തായിരുന്നു? ന്യായപ്രമാണത്തെ കാണിക്കുന്നു, അല്ലേ? ന്യായപ്രമാണത്തിന് കീഴിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ഹാഗാർ പ്രതിനിധാനം ചെയ്യുന്നത്. ആ കൂട്ടത്തിന് എല്ലായ്പ്പോഴും ഏറ്റവും മുൻപന്തിയിൽ എന്തായിരിക്കും? ന്യായപ്രമാണമായിരിക്കും, വ്യർത്ഥമായിട്ടുള്ള പിതൃപാരമ്പര്യങ്ങളായിരിക്കും, ഇല്ലേ? അത് നമ്മൾ പത്രോസ് എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. കണ്ടോ? അവിടെ നോക്കി, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള നടപ്പ്, അതിൽ നിന്നും എന്തൊരു വീണ്ടെടുപ്പ്, അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടായി. വ്യർത്ഥമായിട്ടുള്ളതും പാരമ്പര്യമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു വീണ്ടെടുപ്പുണ്ടായി. ശരിക്കും ആ വാക്യത്തിൽ തന്നെ ഈ രണ്ട് നിയമങ്ങളും ഉണ്ട്. ഈ വ്യർത്ഥവും പാരമ്പര്യവുമായിട്ടുള്ള പിതൃപാരമ്പര്യം എന്ന് പറയുന്നത് ആരെ കാണിക്കുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അത് ഹാഗാറിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഹാഗാറിൻ പ്രകാരമുള്ള ജനത്തെ കാണിക്കുന്നു. അതിൽ നിന്ന് എങ്ങോട്ടാ വീണ്ടെടുത്തത്? ഇനി വായിക്കുന്നു. അവിടെ നിന്ന് എങ്ങോട്ടാ വന്നത്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ അമ്മ. ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന്, പാരമ്പര്യങ്ങളുടെ കീഴിൽ നിന്ന് ആരുടെ അണ്ടറിൽ വന്നു? യേശു ക്രിസ്തുവിന്റെ ആ പ്രൊട്ടക്ഷനിൽ, ആ വീണ്ടെടുപ്പിൽ വന്നു. ആമേൻ. ആ വീണ്ടെടുപ്പിൽ വരാത്തിടത്തോളം കാലം നമ്മുടെ പേര് അടിമ എന്നാണ്. എന്താണ് പേര്? ഓക്കെ. ഇന്ന് രാത്രി നിങ്ങൾ അടിമയാണോ അതോ സ്വതന്ത്രയാണോ? ആമേൻ. സ്വതന്ത്രയാണെങ്കിൽ കൈവച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. എന്തിനാ ഈ ഹല്ലേലൂയ പറഞ്ഞെന്നറിയാമോ? ആർക്കായത് പറഞ്ഞെന്നറിയാമോ? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ആ രക്തം നമ്മുടെ മേൽ വീണേന ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അതിനാണ് നമ്മൾ ഹല്ലേലൂയ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം, നമ്മൾ നേരത്തെ എവിടെയായിരുന്നു? അടിമകളായിരുന്നു. ഏതിന് അടിമകളായിരുന്നു? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തിരുന്നു? അടിമയായിരുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ ഏതിൽ ഉറച്ചു നിൽപ്പീൻ? സ്വാതന്ത്ര്യത്തിനായിട്ട് ആര് നമ്മളെ സ്വതന്ത്രരാക്കി? അപ്പൊ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ നിന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും? വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും? അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകും. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന സ്വാതന്ത്ര്യം, ദൈവവചനം പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ അടിമയാക്കുവാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ടെന്ന് ആ വാക്യത്തിൽ നിന്നാണ് വ്യക്തമാണ്.
അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത് വീണ്ടും. അതിന്റെ അർത്ഥം നമ്മൾ എവിടെയായിരിക്കണം എപ്പോഴും? ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മൾ ഉറച്ചു നിന്നാൽ നമ്മുടെ അടിസ്ഥാനം ശരിയാണെങ്കിൽ പിന്നെ കേട്ടതില്ല. അടിസ്ഥാനങ്ങൾ ശരിയായാൽ, അടിസ്ഥാനം ശരിയല്ലെങ്കിൽ നീതിമാൻ പോലും. ആമേൻ. അപ്പൊ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം, അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ രണ്ട് നിയമങ്ങളും എന്തുകൊണ്ടാ ഈ ഗലാത്യ സഭയെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കണം? അവരോട് പറയാൻ, നിങ്ങൾ അടിമ നുഖത്തിലാണ്. അവർ രക്ഷിക്കപ്പെട്ട ജനമാണ്. അവർ ദൈവത്തെ അറിഞ്ഞ ജനമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിച്ച് അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. എന്നിട്ടും അവരോട് വീണ്ടും എന്താണ് ഈ മെസ്സേജ് പൗലോസ് പറയാൻ കാര്യം? ഇന്ന് രാത്രി ഈ മെസ്സേജിന് പ്രാധാന്യം ആർക്കാണെന്ന് ചോദിച്ചാൽ, അടിമ നുഖത്തിൽ പോകുവാൻ സാധ്യതയുള്ളവർക്ക്, ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അത് പോകാതിരിക്കാൻ ഇന്ന് രാത്രി ഈ മെസ്സേജ് നിങ്ങളെ ഉപകരിക്കും, സഹായിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ട് പൗലോസ് ഈ മെസ്സേജ് ഗലാത്യ സഭയ്ക്ക് എഴുതി? നമുക്ക് വായിക്കാം. ഗലാത്യർ 1:6 വാക്യം. 1:6 വാക്യം. വേറൊരു സുവിശേഷം അവരുടെ ഇടയിൽ വന്നു. അത് വന്നപ്പോൾ എന്ത് ചെയ്തു? ക്രിസ്തുവിനെ വിട്ടു. ക്രിസ്തുവിനെ വിട്ട് വേറൊരു സുവിശേഷം ഇല്ല. ഈ സുവിശേഷം എപ്പോഴാ പ്രസ്താവിക്കപ്പെട്ടതെന്ന് അറിയാമോ? എപ്പോഴാ പ്രസ്താവിക്കപ്പെട്ടത്? ഈ സുവിശേഷം എപ്പോഴാണ് പ്രസ്താവിക്കപ്പെട്ടത്? ദൂതന്മാർ കർത്താവിന്റെ ജനനത്തിങ്കൽ പറഞ്ഞു, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, അതാണ് സുവിശേഷം. ആമേൻ. ആ സുവിശേഷം വിട്ടുകളഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് വേറെ സുവിശേഷമുണ്ട്. ആ സുവിശേഷം നല്ല സുവിശേഷമല്ല, പക്ഷെ നിങ്ങൾക്കത് നല്ലതായിട്ടിപ്പം തോന്നുകയാണ്. അപ്പൊ നല്ല പല വാർത്തകളുണ്ട്. എന്നാൽ യഥാർത്ഥമായ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. ആമേൻ. അത് സകലർക്കുമുള്ളതാണ്. അത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് മാത്രമുള്ളതല്ല. ആമേൻ. ആ മെസ്സേജ് കൊണ്ട് ദൂതന്മാർ ഉദ്ദേശിച്ചത് ഇതുവരെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് മാത്രമായിരുന്നു രക്ഷ. എന്നാൽ ഇപ്പോൾ ആ സന്തോഷം എവിടേക്ക് വന്നു? സകല ജനത്തിലേക്കും വന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയെ പറയുകയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഒരു ഉപദേശമുണ്ട്. ഞാൻ നിങ്ങളെ ഇടയിൽ വന്ന് സുവിശേഷിച്ച ഒരു യേശു ക്രിസ്തുവിന്റെ സുവിശേഷമുണ്ട്. അത് വിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ വിട്ട്, പൗലോസ് പറഞ്ഞത് വിട്ടുപോയെന്നല്ല പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തുവിനെ വിട്ടുപോയി. ആമേൻ. അപ്പൊ യേശു ക്രിസ്തുവിനെ വിട്ടുപോയാൽ വീണ്ടും നീ ആരായിട്ട് മാറും? ഹാഗാറിന്റെ മോനായിട്ട് മാറും. അടിമ നുഖത്തിൽ നീ വീണ്ടും വരും. യേശുക്രിസ്തു പറയാത്ത കാര്യങ്ങളാണ് നിന്റെ ജീവിതത്തിലുള്ളതെങ്കിൽ നീ വീണ്ടും വരുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള അടിമ നുഖത്തിന് കീഴിൽ നീ വീണ്ടും വരും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ 8ാമത്തെ വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ. ആ വാക്യത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞങ്ങൾ വന്ന് അത് തിരുത്തി പറഞ്ഞാലും അതെന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? പൗലോസിനെ ഇതാരും പറഞ്ഞു ഒളിപ്പിച്ചതല്ല.
ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് എങ്ങനെ ഇത് പഠിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടല്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് പൗലോസ് ഇത് പ്രാപിച്ചത്. നാളെ ഞാൻ ഈ വെളിപാടില്ലാതെ വന്നാലും വെളിപാട് പ്രാപിച്ചപ്പോൾ ഞാൻ എന്തു പറഞ്ഞുവോ അതിനെതിരായി ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അതിനെതിരെ നിൽക്കരുത്. കാരണം ഈ ദൂത്, ഈ മെസ്സേജ് ഞാൻ പ്രാപിച്ചത് ഒരു ശിഷ്യന്റെ അടുത്ത്. അതൊക്കെ പൗലോസ് താഴോട്ട് പറയുന്നുണ്ട്. ഞാൻ യെരൂശലേമിൽ പോയി ആരെയും കണ്ടില്ല, ഒരു അപ്പോസ്തലനെ കണ്ടില്ല, ആരെടുത്തൊന്നും ഒരു ശുശ്രൂഷ ഞാൻ മേടിച്ചില്ല. പക്ഷെ ഞാൻ പ്രാപിച്ചത് എവിടുന്നാ? ദൈവജനമേ, ഞാൻ ഒരു കാര്യം പറയാം. എന്തേലും പ്രാപിക്കാണ്ട് നേരിട്ട് മേടിക്കണം. എന്തേലും നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലോ ആത്മീയ നിലവാരത്തിലോ നിനക്കെന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നീ സ്വതന്ത്രയുടെ മോന, നീ പുത്രന. മക്കളെങ്കിൽ നീ അവകാശമുണ്ട്, നിനക്കൊരു അവകാശമുണ്ട്. അത് മറന്ന് കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ആ പൗലോസിന് ഇത് മനസ്സിലായി. എടാ, ഞാൻ മോനല്ലയോ, ഞാനെന്തിനാ വേറൊരാളുടെ അടുത്ത് പോകുന്നത്? ഞാനെന്തിനാ വേറൊരാളുടെ കാൽക്കീഴിൽ പോകുന്നത്? എനിക്ക് നേരിട്ട് പ്രാപിക്കുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് പത്മോസ് ദ്വീപിൽ ആരുമില്ലാത്ത ദ്വീപിലും യോഹന്നാൻ വെളിപാടുണ്ടായത്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ വെളിപാടുണ്ടാവുമ്പോഴൊക്കെ ആ ഭാഗത്ത് വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ ആത്മവിവശനാണ്. ഈ ഒരു വിവശത, ആത്മവിവശത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റിനോട് പറയുക, ജസ്റ്റിനോട് ഈ സ്വർഗം ഇടാണ്. കാരണം ചോദിക്കാൻ കാരണമുണ്ട്. ആകാശത്തിന് എന്ന് പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ ഹെവൻ എന്നാ പറയുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞു ജസ്റ്റിനെ അതൊന്നുമല്ല സ്വർഗം. പിന്നെ സ്വർഗം ഏതാ? സ്വർഗം തുറന്ന ചില സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒന്ന്, യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കാണുന്ന ഒരു ദർശനമുണ്ട്, ഇല്ലേ? അത് യെശയ്യാവ് കണ്ടത് മേലോട്ട് നോക്കിയെന്ന് കാണുമല്ലായിരുന്നു, അവൻ ആത്മാവിലായി. ആമേൻ. ആത്മമണ്ഡലത്തിൽ കയറിയാലേ ഒരുവന് സ്വർഗം കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഉമ്മ മേലോട്ട് നോക്കിയാൽ സ്വർഗമാകത്തില്ല. കാരണം ഈ കാണുന്ന ആകാശത്തെക്കാളുമൊക്കെ എത്രയോ ഉപരിയാണ് അത്. ഹല്ലേലൂയ, സ്തോത്രം. 2, എനിക്കറിയാവുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു, അല്ലേ? കല്ലെറിഞ്ഞപ്പോ അവൻ മേലോട്ട് നോക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്, അവൻ ആത്മവിവശനായി, അവൻ ആത്മപൂർണനായി. അപ്പോ സ്വർഗമെന്ന് പറയുന്ന അനുഭവവും സ്വർഗമെന്ന് പറയുന്ന വെളിപ്പാടും സ്വർഗമെന്ന് പറയുന്ന ദർശനവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരണമെങ്കിൽ അവൻ ആത്മാവിലാകണം. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാ ഈ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോ ആദ്യം കൈയടിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നത്? നിന്റെ ശരീരം, നിന്റെ ജഡം, പറഞ്ഞത് നിന്റെ ജഡവും ഈ ലോകവുമായിട്ടുള്ള കണക്ഷൻ അവിടെ പോവുകയാണ്. നീ കൈയടിച്ച് കണ്ണടച്ച് ഹല്ലേലൂയ, സ്തോത്രവും ഹല്ലേലൂയ ഒക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കളിയാക്കുന്നേ. ബാക്കിയുള്ളവർ പറയും ഇത് വെറുതെ ശബ്ദമുണ്ടാക്കുകയോ. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ അതെന്താ ചെയ്യുന്നത്? ഓരോ പാട്ടിന്റെ വരി, നിന്ന് പാടിയ പാട്ടുകളുടെ വരിയൊക്കെ പറയുന്നത് ഹല്ലേലൂയ വർണ്ണിച്ചിടാൽ എനിക്കെന്റെ നാവ് പോരാ എന്ന് പറയുമ്പോൾ നീ ചിന്തിക്കുന്നത് എന്താ? ഹല്ലേലൂയ, നിന്റെ ആത്മാവിൽ നീ ചിന്തിക്കുക, ദൈവം തന്ന കാര്യങ്ങൾ, ദൈവം ചെയ്ത കാര്യങ്ങൾ നീ പാടുന്നുടനെ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഈ ജഡം നിന്നെ വിട്ടുമാറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുവരെ ടെൻഷൻ ഉണ്ടായിരുന്നു, അതുവരെ കണ്ണിന് വേദന ഉണ്ടായിരുന്നു, അതുവരെ തലവേദന ഉണ്ടായിരുന്നു, അതുവരെ നടുവേദന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ, ജസ്മൻ പറഞ്ഞ പോലെ ഗുളിക മേടിക്കണമെന്നുള്ള ചിന്തയല്ല വന്നത്. ഹല്ലേലൂയ,
ആത്മപൂർണനായി തീരുക. അപ്പൊ ആത്മാപൂർണനായി തീർന്ന ആൾക്ക് മാത്രമേ സ്വർഗത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പൗലോസ് പ്രാപിച്ചത് എവിടെയെന്നാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വല്ലതും പ്രാപിച്ചിട്ടുണ്ടോ? വല്ലതും പ്രാപിച്ചിട്ടുണ്ടോ? നീ പ്രാപിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്നാ പ്രാപിക്കേണ്ടത്. കാരണം എന്താണെന്നറിയാം, ഇവിടെ നിന്ന് പ്രാപിക്കുന്നതെല്ലാം പുഴുവരും, തുരുമ്പ് പിടിക്കും, കള്ളനെടുത്തോണ്ട് പോകും. ഉയരത്തിൽ നിന്നുള്ളത് അദ്രവത്വമില്ലാത്തതിനെ പ്രാപിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഒരു സ്വതന്ത്രയുടെ മകന് മാത്രമേ ഇത് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അടിമ മുഖത്തിൽ കിടക്കുന്ന ഹാഗാറിന്റെ മകന് ഇത് പ്രാപിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. പൗലോസ് പറയുക, ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ തന്നെ എനിക്കും ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഒന്നും വന്നതല്ല. എന്റെ പാരമ്പര്യം പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ വേറൊരു യഹൂദനില്ല, അതുപോലെ പാരമ്പര്യമുള്ള വേറൊരാളുമില്ല. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 13-ാമത്തെ വാക്യം, 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. യഹൂദ മതത്തിലെ മുമ്പിലത്തെ നടപ്പ് അത്രയും കേൾവിയുള്ള നടപ്പായിരുന്നല്ലേ? ഇല്ലേ? എല്ലാരും അറിയുന്ന ഒരു നടപ്പായിരുന്നല്ലേ? അവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ പുള്ളിയെ പറ്റി പറഞ്ഞാൽ പുള്ളിക്ക് എല്ലാം അറിയാം, ഇല്ലേ? വലിയ ആളായിരുന്നു, ഇല്ലേ? നിയമവും കയ്യിലേന്തി ക്രിസ്തീയ സഭകളെ മുടിക്കുവാൻ പോയതാണ്. ഞാൻ വിചാരിക്കുക പൗലോസ് ഈ വാക്കുകൾ എഴുതുമ്പോൾ ശരിക്കും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നൊമ്പരം ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഞാൻ ഇതിനു വേണ്ടി എന്നാലും ഇറങ്ങി പുറപ്പെട്ടല്ലോ, ഇല്ലേ? ഞാൻ എന്നാലും ഈ പണിക്ക് പോയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുന്ന കാര്യം എന്താ? ഞാൻ യഹൂദ മതത്തിൽ എന്റെ മുമ്പിലത്തെ നടപ്പ് ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോ യഹൂദ മതപ്രകാരമാണ് നടക്കുന്നത്? അല്ല. ഇപ്പോൾ പ്രാപിക്കുന്ന യഹൂദ മതത്തിൽ നിന്നല്ല, ഞാൻ വെളിപാട് പ്രാപിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും ഈ ഹാഗാറിന്റെയും സാറായുടെയും അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഹാഗാറിന്റെ അനുഭവം? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള മതപ്രകാരമുള്ള ന്യായപ്രമാണത്തിന് കീഴിലുള്ള നടപ്പ് പൗലോസിനും ഉണ്ടായിരുന്നു. പൗലോസ് പറയുക, ഞാൻ അതെല്ലാം വിട്ടു, ഞാൻ അതെല്ലാം കേട്ട് കേൾവിയുള്ള നടപ്പായിരുന്നു, പറയേണ്ട കാര്യമില്ല, വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുക. അടുത്ത വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ. കണ്ടോ? ആ വാക്യം ശ്രദ്ധിച്ചോ? ഞാൻ ദൈവസഭ എന്ത് ചെയ്തു? ആദ്യന്തം ഉപദ്രവിച്ചു. ഇന്ന് രാത്രിയിൽ വാക്കുകൾ കൊണ്ട് ദൈവസഭയെ ഉപദ്രവിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. ചുമ്മാതെ ഓരോന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ച് ദൈവസഭയെ ഉപദ്രവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാരും നല്ലറിയോ ഒന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നു അറിയാമോ? അവർ ഇതിനെപ്പറ്റി അവർക്ക് അറിയത്തില്ല. പക്ഷെ പൗലോസിന് ഈ ഒരു വീണ്ടെടുപ്പ്, ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചപ്പോൾ പൗലോസ് മനസ്സിലായി, ഞാൻ ശരിക്കും ഇവരെന്ത് ചെയ്യായിരുന്നു? അതുവരെ മതത്തിന്റെ പാരമ്പര്യത്തിന്റെ എരിവായിരുന്നു. അങ്ങനല്ലേ പൗലോസ് പറയുന്നത്? അല്ലേ? അത് വായിച്ചോ. ഈ പാരമ്പര്യത്തെ പറ്റിയുള്ള എരിവ്, അത്യന്തമായിട്ടുള്ള എരിവ്, ഞാനിതാണ് എന്നുള്ള എരിവ് പൗലോസിനെ എന്ത് ചെയ്യാൻ പ്രേരിപ്പിച്ചു? സഭയെ മുടിക്കുവാൻ പ്രേരിപ്പിച്ചു. ഇന്ന് പല സമരങ്ങളും പല തെരുവുകളിൽ കിടന്ന് കാണിക്കുന്ന പല ഇതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ സഭയെ മുടിപ്പിക്കുക, കർത്താവിന്റെ നാമത്തെ എടുത്തു കളയുക. ആമേൻ. പാരമ്പര്യത്തിലുള്ള എരിവ് കാരണം അത് ചെയ്യുന്നത്. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രാപിക്കുന്നത് എവിടെ നിന്നാണ്?
യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കണം. എന്നാൽ ഈ ഒരു വെളിപ്പാട് മനസ്സിലാക്കിയപ്പോൾ പൗലോസ് എടുത്ത തീരുമാനം ഇന്ന് രാത്രി അത് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. അടുത്ത വാക്യമായി ഞാൻ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല, ചെയ്തില്ല, ഞാൻ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല. എന്താ മാംസരക്തങ്ങളോട് ആലോചിക്കുന്നത്? ഒരു വാക്ക് ചോദിക്കണ്ടായിരുന്നു, മക്കളൊക്കെ ഒരു വാക്ക് ചോദിക്കണ്ടായിരുന്നു. എന്തുകൊണ്ട് ആലോചിക്കാഞ്ഞത്? പ്രാപിച്ചു കേൾക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം. അവൻ വിശ്വാസത്തിന്റെ നായകനും അത് പൂർത്തി വരുത്തുന്നവനുമാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അത് പൂർത്തി വരുത്തുന്നവനെയാണ് അവനിൽ നിന്നാണ് ഇരിക്കുന്നത്, പ്രാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഡൗട്ടില്ല, ഇതിനകത്തൊന്നില്ല, സംശയമില്ല. ഇല്ലേ? എന്തിനാ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്യിക്കുന്നു? ഇത് ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടി അല്ലേ? അവരുടെ സീലുണ്ടെങ്കിൽ എന്താ? ഈ സർട്ടിഫിക്കറ്റ് തന്നെ വെറുതെ കൊണ്ട് കാണിച്ചാലും അവർ പറയും അറ്റസ്റ്റ് ചെയ്തേ പറ്റും, ഇല്ലേ? അതിനകത്തിലൊരു സീല്, ഇങ്ങനൊരു സീലാണ് പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിന് ലഭിച്ചത്. ഒരു ഉറപ്പ്, ഹല്ലേലൂയ, ഒരു ഉറപ്പ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പ്രാപിക്കുന്നത് ഉറപ്പിക്കണം. ആമേൻ, ഹല്ലേലൂയ. അത് ഉറപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് മനസ്സിലാകും യഹൂദ മതാനുസാരണ പ്രകാരമുള്ളത് ഞാൻ വിട്ടത് ഹല്ലേലൂയ എന്തിനാണ്? ജാതികളോട് സുവിശേഷം അറിയിക്കുവാനാണ്. ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്കൊരു വെളിപ്പാട് തരികയാണ്. നിങ്ങൾ ആരോട് ആലോചിച്ചു? ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. നിങ്ങൾ ആരോട് ഏത് പാസ്പോർട്ട്? മാംസരക്ഷങ്ങളോട് ആലോചിക്കാതെ, ഒരു അപ്പോസ്തലനോട് പോലും ആലോചിക്കാതെ പൗലോസ് തീരുമാനിച്ചു, ഹല്ലേലൂയ, ഇനി ജീവിക്കുന്നെങ്കിൽ ഞാൻ കർത്താവ്, മരിക്കുന്നെങ്കിൽ എനിക്കത് ലാഭമാണ്. ആമേൻ. ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശു മതി. ആ ഒരു ദർശനത്തിലേക്ക് പൗലോസിനെ കൊണ്ടുവന്നതിന്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ അടിമസുഖത്തിൽ ഹാഗാറിന്റെ കീഴിലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആ 4-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഒരു യെരൂശലേമിനെ പറ്റി അവിടെ പറയുന്നു, അല്ലേ? ഇപ്പോഴത്തെ യെരൂശലേം എന്താണ്? ഇപ്പോഴത്തെ പറഞ്ഞേ, ഇപ്പോഴത്തെ യെരൂശലേം അതിപ്പോ എവിടെ ഉണ്ട്? എവിടുണ്ട്? ഉണ്ട്, ഇല്ലേ? അതിന്റെ പ്രത്യേകത ഇപ്പോഴും അത് എന്താ ആചരിക്കുന്നത്? ന്യായ പ്രമാണത്തിന്റെ കീഴിലാണ്, അല്ലേ? അടുത്ത വാക്യം വായിക്കും. അതിന് ബാക്കി ഇപ്പോഴുള്ള യെരൂശലേം, ഇപ്പോൾ കാണുന്ന ആലയങ്ങൾ, ഇപ്പോൾ കാണുന്ന യെരൂശലേം ദേവാലയം, അത് അതിന്റെ മക്കളോടുകൂടി, അതിന്റെ മക്കൾ എന്ന് പറയുന്നത് യഹൂദ ജനം, അല്ലെങ്കിൽ ആരൊക്കെ അതിനെ ആചരിക്കുന്നുവോ അവരെല്ലാം അതിനോടുകൂടെ അടിമനുഖത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി നിന്റെ സ്ഥാനം ഇവിടെ രക്ഷിക്കപ്പെട്ട ക്രിസ്തു എന്ന സന്തോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരുവന്റെ സ്ഥാനം ആദ്യം മുകളിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമുക്കൊരു യെരൂശലേമിന്റെ പേര് പറയാനില്ല,
ഇവിടെ നമുക്കൊരു പള്ളിയുടെയും പേര് പറയാനില്ല, ഇവിടെ നമുക്കൊരു പാരമ്പര്യവുമില്ല, ഒന്നുമില്ല. നിന്റെ പാരമ്പര്യം ഹല്ലേലൂയ സ്തോത്രം പുതിയ യെരൂശലേമിനെ പറ്റിയുള്ള പാരമ്പര്യമാണ് നിനക്കുള്ളത്. ഹല്ലേലൂയ സ്തോത്രം സ്വതന്ത്രപ്പെട്ട മക്കളുടെ പാരമ്പര്യം. ഹല്ലേലൂയ മേലിലുള്ള യെരൂശലേം. ഹല്ലേലൂയ സ്തോത്രം മേലിലുള്ള യെരൂശലേം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കീഴെയുള്ള യെരൂശലേമിനുള്ളവരല്ല. ഹല്ലേലൂയ മറിച്ച് നിങ്ങൾ മേലെയുള്ള യെരൂശലേമിനുള്ളവരാണ്. കാരണം നിങ്ങൾ പ്രാപിച്ചത് ഈ യെരൂശലേമിനല്ല, നിങ്ങൾ പ്രാപിച്ചത് കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ പ്രാപിച്ചത് കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ യെരൂശലേമിനെ പറ്റി ഒരു വാക്കുകൂടെ പറയാതെ ഈ മെസ്സേജ് അവസാനിപ്പിച്ചാൽ ഹല്ലേലൂയ അത് അർത്ഥപൂർണ്ണമാകില്ല എന്ന് ഞാൻ വിചാരിക്കുക. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1-2 വാക്യങ്ങൾ. പുതിയ യെരൂശലേം എവിടെ നിന്ന് ഇറങ്ങി വരുന്നു? എവിടെ നിന്ന? ഹല്ലേലൂയ. ഇപ്പൊ ആ ഉയരം എന്ന് പറഞ്ഞതിന്റെ ആഴം മനസ്സിലായി, ഉയരം മനസ്സിലായി. യെരൂശലേം, കീഴെയുള്ള യെരൂശലേം, അതായത് ഇപ്പോൾ നാം കാണുന്ന ആശ്ചര്യമായ യെരൂശലേം, അതിന് മീതെ എന്ന് പൗലോസ് പറയുമ്പോൾ അതിന്റെ ഉയരം അളക്കണമെങ്കിൽ ഇങ്ങനെ അളക്കണം. എങ്ങനെ അളക്കണം? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹല്ലേലൂയ സ്തോത്രം. അതെവിടെ? എത്ര ഉയരം? ആർക്കെങ്കിലും കണക്കൂട്ടാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവാത്മാവിനെ കൺവേ ചെയ്യുവാനുള്ള മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ ലോകത്തിലെ ഒരു യെരൂശലേമിന് വേണ്ടി, ലോകത്തിലെ ഒരു നിയമത്തിന് വേണ്ടി ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ഒരു ജനമല്ല നീ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ഹല്ലേലൂയ പാരമ്പര്യം ഹല്ലേലൂയ ലോകത്തിലെ ഒരു യെരൂശലേമിനല്ല വരേണ്ടത്. നിന്റെ പാരമ്പര്യം യെരൂശലേമിൽ നിന്ന്, മേലുള്ള യെരൂശലേമിൽ നിന്ന് നിന്റെ പാരമ്പര്യം വരണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴാണ് നീ സ്വതന്ത്രയുടെ മകനാകുന്നത്. ഹല്ലേലൂയ നീ എത്രത്തോളം ഹല്ലേലൂയ ഈ പഴയ യെരൂശലേമിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അപ്പോഴൊക്കെ നിന്റെ പേര് അടിമയെന്ന. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ സ്വാതന്ത്ര്യം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ ഇതാണ് എന്റെ മെസ്സേജ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് ഇതാണ്. ഒരു എൻകറേജിംഗ് വേർഡ്, ഒരു വാണിംഗ്. എന്താണ് എൻകറേജിംഗ്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ. അതുകൊണ്ട് ഞാൻ ആരാണ്? ആണോ? ആണ്. ആമേൻ. 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 നിന്റെ മേൽ ലോകത്തിന് കാര്യമില്ല, നിന്റെ മേൽ ശാപത്തിന് കാര്യമില്ല, നിന്റെ മേൽ യാതൊരു അധികാരത്തിനും കാര്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവസിക്കാൻ പോയില്ലേ? അപ്പോൾ സാത്താൻ പറഞ്ഞു, ഇതൊക്കെ നീ എന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് വരാം? ആ ഡീല് ഭയങ്കരമാണ് അല്ലേ? എന്താണ് ഡീൽ? നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഞാൻ എന്ത് തരാം? ഈ കാണുന്നതെല്ലാം തരാം. അപ്പൊ അതിന്റെ അർത്ഥം സാത്താൻ ഈ കാണുന്നതിന്റെ എല്ലാം മേലൊരു അധികാരമുണ്ട്. ഈ ഭൂതലത്തിന്റെ മേൽ സാത്താൻ ഒരു അധികാരമുണ്ട്. അവനെ തളയ്ക്കുന്നതും വരെ അവനൊരു അധികാരമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതിന്റെ മേൽ സാത്താൻ അധികാരമില്ല. ഹല്ലേലൂയ. എന്റെ പാസ്പോർട്ട് ചേഞ്ച് ആയി. ഹല്ലേലൂയ. യെരൂശലേം എന്നുള്ളിടത്ത് താഴത്തുള്ള യെരൂശലേമിന്റെ പാസ്പോർട്ട് എങ്ങോട്ടായി? മേലത്തെ യെരൂശലേമിലായി. പുതിയൊരു ഗവൺമെന്റിന്റെ കീഴിലായി, പുതിയൊരു ടെറിട്ടറിയിലായി. ഹല്ലേലൂയ. പുതിയൊരു രാജാവ് നിനക്കുണ്ടായി. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള ഒരു രാജാവല്ല, അവൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. ഹല്ലേലൂയ സ്തോത്രം. അവനാണ് ഹല്ലേലൂയ വെള്ളോടിന് സമമായി കാലുള്ളവൻ. ഹല്ലേലൂയ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ശോഭപൂർണ്ണനായി നിൽക്കുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. The Bible says it's a good thing to give thanks to the Lord. Amen. I come before you today
And there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. For all you've done in my life, you took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. Oh, thank you, Lord. I just want to thank you, Lord. Oh, thank you, Lord. I just want to thank you, Lord. Thank you, Lord. Oh, we thank you. Oh, we thank you, Lord. Lift your voice. Thank you, Lord. All you've done in our lives, we want to say